എന്ത് പറ്റി കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. എന്താ ഇപ്പൊ കാര്യം? നമ്മൾ പല ആൾക്കാരെയും പല ഷെയ്ഡ് കണ്ടു. പക്ഷെ എൽദോന്റെ അന്ന് മുതൽ ഇന്ന് വരെ സെയിം ഷെയ്ഡാണ് നമ്മൾ കാണുന്നത്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു നാട്ടുകാരാണ്. എൽദോ ഇങ്ങനെ പറയുന്നോണ്ടാന്ന് തോന്നുന്നു ഒരു സത്യസന്ധമായിട്ട് സംസാരിച്ചേ. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഇയാള് ജനിച്ചു വീണത് ഇങ്ങനെ സംസാരിച്ചിട്ടാണോ? ഒരിക്കലല്ല, ഇയാള് നന്നായിട്ട് സംസാരിക്കും. നിനക്കറിയാവോ? നാടൻ രീതിയിൽ സംസാരിക്കും. എവിടെ കേട്ടിട്ടുണ്ട്? ഞാനൊരു ഫേക്ക് പോയിന്റ് ഇട്ട് ഫേക്ക് മറയിട്ട് നിൽക്കുന്ന ഒരു ചെറിഷ്ഡ് ഫേസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരാളാണെന്നാണ് ഇവര് പറയുന്നത്. എനിക്ക് എല്ലാവരും ഞാനൊരു അധ്യാപകനാണ്. ഞാൻ പറയട്ടെ, ആരെയൊന്നും പഠിപ്പിക്കാനല്ല വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമുക്ക് അധ്യാപകന് ആവശ്യമില്ല. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. പക്ഷെ ഈ ശ്രീ റിയാസ് ബഹുമാനം തന്നതാണോ? കുത്താൻ വേണ്ടി കൊടുത്തല്ലടാ നീ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അഭിനയിക്കാണെന്നാണ് 100%. ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന രീതിയിൽ ഒരു വേദിയിൽ ഒന്ന് സംസാരിക്കാൻ ഇത് തന്നെ അവസരം. അല്ല, എങ്ങനെയാ കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിക്കാൻ? ഞങ്ങള് കൂട്ടുകാരാണ് നിന്റെ. ഇത് വേണോ? ഇത്രയും നാളും കളിച്ച പോലെയല്ല, ഇത് വലിയ കളിയാ. അല്ല, എങ്ങനെയാ കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിക്കാൻ? ഞങ്ങള് കൂട്ടുകാരാണ് നിന്റെ. സംസാരിക്ക്. പറഞ്ഞെഞ്ചിനി കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. എന്ത് പറയണടാ? സുഖം. ഓ, നീ വലുത് കഴിച്ചായിരുന്നോ? രാവിലെ എന്താ കഴിച്ചേ? ഞാനോ ഒന്നും കഴിച്ചിട്ടില്ല. വീട്ടിൽ പോയി വല്ല കഴിക്കാൻ നോക്കടാ. അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും. നമ്മള് രണ്ടുപേരും തോറ്റ MLA ആയതുകൊണ്ട് കുഴപ്പമില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നമ്മള് രണ്ടുപേരും തോറ്റ MLA ആയതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ചോറ് വേണ്ട, അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. ക്രെഡിറ്റ് ആയിട്ട് എടുത്താൽ മതി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.